ഇതാണ് മരണ ബുഷ്. ഒരു 4 വർഷമൊക്കെ പഴക്കമുള്ള നിങ്ങളുടെ കാറുകളിൽ, ഉദാഹരണം സ്വിഫ്റ്റ്, ആൾട്ടോ, വാഗണാർ, ഫോർഡ് ഫീക്കോ, ഇതിൻ്റെയൊക്കെ ഗിയറിൻ്റെ കേബിളിൻ്റെ അറ്റത്ത് വരുന്ന 2 ബുഷാണിത്. ഇത് ചൂടൊക്കെ കൊണ്ട് ഇത് പൊടിഞ്ഞു പോകാം. അപ്പോൾ അങ്ങനെ പൊടിഞ്ഞു പോയാൽ നിങ്ങൾക്ക് ചിലപ്പോൾ 4-മത്തെയോ 3-മത്തെയോ ഗിയറിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ഓടാൻ പറ്റുക ആ സമയത്ത്, സർവീസ് കിട്ടിയില്ലെങ്കിൽ. അപ്പോൾ അങ്ങനെ കുറച്ച് ദൂരം ഓടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലച്ച് കംപ്ലൈൻറ്റ് വരാം, ക്ലച്ചിൽ നിന്ന് മണം വരാം, ക്ലച്ചിൽ നിന്ന് പുക വരാം, അങ്ങനെ വീണ്ടും ബ്രേക്ക് ഡൗൺ ആവാം. അപ്പോൾ ഈ ഇടയ്ക്ക് എനിക്കൊരു 12 മണിയോടൊക്കെ അടുപ്പിച്ച് രാത്രി കോൾ വന്നു, ബ്രേക്ക് ഡൗൺ ആണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ലക്ഷണം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഗിയർ വീഴാത്തത്. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തുവാണെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു അരമണിക്കൂറിനകത്ത് അങ്ങ് എത്താമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ പോയപ്പോൾ ചെറിയൊരു കശപിശ നടന്നുകൊണ്ടിരിക്കുക. അവരുടെ അടുത്ത് ആരും അപമര്യാദയായിട്ട് പെരുമാറിയെന്നും പറഞ്ഞിട്ട്. അപ്പോൾ റോഡിൽ കൂടെ പോയ മറ്റ് യാത്രക്കാരൊക്കെ ഇടപെട്ടാണ് ആ പ്രശ്നം സോൾവ് ചെയ്ത് വിട്ടത്. അപ്പോൾ ആ സമയത്ത് ഞാൻ ചിന്തിച്ചതെന്ന് വെച്ചാൽ, നമ്മൾ ചിലപ്പോൾ അറിയപ്പെടാത്ത ഒരു സ്ഥലത്ത് പോയി, ആളും പേരൊന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് പോയി അകപ്പെട്ട് കഴിഞ്ഞാൽ ഇങ്ങനത്തെ സിറ്റുവേഷൻ വന്നാൽ എന്ത് പറ്റും? അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു മരണ ബുഷാണ്. ഇത് അധികം ചിലവ് വരില്ല. ഒരു 20 രൂപ അല്ലെങ്കിൽ 40 രൂപ റേഞ്ചിന് ഈ ബുഷുകൾ കിട്ടും. ഇത് നമുക്ക് തന്നെ മാറ്റിയിടാവുന്നതേ ഉള്ളൂ. ഇല്ല എങ്കിൽ ഏതെങ്കിലും സർവീസ് സെൻറ്ററിൽ കൊടുത്തോ അല്ലെങ്കിൽ വർക്ക്ഷോപ്പുകളിൽ കൊടുത്തോ ഇത് മാറ്റാൻ പറ്റും. അപ്പോൾ അങ്ങനെ പിന്നെ അധികം ചിലവ് വരില്ല, ഇതിന് മാറ്റാനും അധികം ചിലവ് വരില്ല. അതല്ലാണ്ട് നമ്മളിത് മാറ്റാതെ കൊണ്ട് നടന്നാൽ ഒരുപാട് പണവും ഒരുപാട് സമയവും നമ്മുടെ ജീവന് തന്നെ ഇത് ആപത്തിലാക്കാവുന്ന ബുഷാണിത്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇങ്ങനത്തെ വണ്ടികളൊക്കെ ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് സർവീസ് ചെയ്ത് ഈ ബുഷുകളൊക്കെ മാറ്റി ഇട്ട് കുട്ടപ്പന്മാരായിട്ട് റോഡിൽ കൂടെ വണ്ടികൾ ഓടി നടക്കട്ടെ. ഓക്കെ, താങ്ക് യു.